ഇതെന്താ പാലിൽ വാഷ് ചെയ്തെടുക്കണ സാരി? അത് ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സിനും കലങ്കാരി പ്രിന്റുകൾ ചെയ്യുന്നതുണ്ട്. കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്ന ബ്ലോക്ക് പ്രിന്റുകളാണ്. പിന്നെ അതിനെ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ക്രീൻ പ്രിന്റുകൾ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ എഫേർട്ട് കുറയ്ക്കാം, ടൈം കുറയ്ക്കാം. അതിൽ കുറച്ചുകൂടെ കോസ്റ്റ്ലി വരും ശരിക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകൾക്ക്. അത് നമ്മളുടെ കളക്ഷൻസ് കുർത്തയിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് വരുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എഫേർട്ട്, ഇപ്പം എന്താ പറയാ, കുറച്ചുകൂടെ ഡിവൈൻ എന്നൊക്കെ പറയാം. ആ ഒരു സെഗ്മെന്റിൽ വരുന്ന സാരീസ് ആണ് ഹാൻഡ് പെയിന്റഡ് കലംകാരി എന്ന് പറയുന്നത്. അപ്പൊ പാല് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി ആ നാട്ടിലെ ആൾക്കാരുടെ ആർട്ട് വർക്കിൽ വരുന്നതാണ്. പണ്ട് കാലം തൊട്ടേ നമ്മൾ ചെയ്തു വരുന്ന സീരീസ് ആണ് ഇങ്ങനത്തെ ഒരു ഫോം. അപ്പൊ ഇത് നമ്മൾ ഇനി കഴുകണമെങ്കിൽ എങ്ങനെ, ഡ്രൈ ക്ലീനിങ് ആണോ ചെയ്യുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ കെയർ എന്നല്ല അവർ പറയുന്നത് വെച്ചാൽ അയണിങ്. സാരീസ് നമ്മൾ പൊതുവെ വാഷ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ശരിക്കും നമുക്ക് ഈ ഇത്രയും എക്സ്പെൻസീവ് സാരീസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വാഷ് ചെയ്യരുത്. ഓക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സൺലൈറ്റിലിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഉണക്കിയെടുത്താൽ തന്നെ ശരിക്കും പറഞ്ഞാൽ അത്രയും എഫേർട്ട് ഒരു സാരിക്ക് വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങി തന്നെ നാച്ചുറൽ ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി കളർ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഈ അത്യാവശ്യം പാലിലിട്ട് കഴുകുന്നതുകൊണ്ട് അതൊന്ന് എന്താ പറയാ കുറച്ചൊന്ന് പിടിച്ചിരിക്കും, കളേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചിരിക്കും. അതല്ല അത്രയും കോസ്റ്റ്ലി ആണ്, അത്രയും എഫേർട്ട് ഉണ്ട്. അപ്പൊ അതിനെ കെയർ ചെയ്യേണ്ട രീതിയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.